ദൈവജ്ഞൻ എവിടുന്നാലും ദൈവജ്ഞന് ചുറ്റും 12 രാശികളുള്ളതായിട്ട് സങ്കല്പമുണ്ട്. ഈ ജലഗന്ധാർത്തവ വ്രീഹിതണ്ടുല ഭൂതപഞ്ചകം തന്മയും ഹി വപുജ്ഞേയം ജീവേവഹി കാഞ്ചനം, വെള്ളം ചന്ദനം പോകുന്ന നല്ല അരി ജീവനാകുന്ന കാഞ്ചനം അതിലേക്ക് വെച്ച് നാമജപങ്ങളെല്ലാം കൊടുത്ത് മന്ത്രസാന്നിധ്യപ്പെടുത്തി കുട്ടിടയിലേക്ക് കൊടുത്ത് 3 പ്രദക്ഷിണം വെച്ച് ഏതെങ്കിലും കളത്തിലേക്ക് ഈ 12 കളമുള്ളതിൽ ഏതെങ്കിലും കളത്തിലേക്ക് വെക്കാൻ പറയുമ്പോൾ ലഗ്നപതിയും 5-ാം ഭാവപതിയും അഷ്ടമാധിപതിയും പരസ്പരം കേന്ദ്രത്തിൽ നിൽക്കുകയോ പരസ്പരം രാശികൾ മാറി നിൽക്കുകയോ അന്യോന്യം ത്രികോണസ്ഥാനത്ത് നിൽക്കുകയോ അന്യോന്യം ചേർന്ന് നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ഇവിടെ ദേവൻ്റെ ചൈതന്യം ധനുരാശി എന്നാൽ ഗന്ധർവനെ ചിന്തിക്കും. അപ്പോൾ ഒരേ രാശിയിൽ തന്നെ നിന്നാലും ഈ എല്ലാം ശിവനാണെന്ന് നമുക്ക് കയറി പറയാൻ പറ്റില്ല. 4 ഭാഗത്തെ ദിക്കുകൾ വരയ്ക്കുന്നതിനും 4 ഫലങ്ങളുണ്ട്. ഞാൻ ഫലങ്ങളൊന്നും പറയുന്നില്ല, സമയക്കുറവായതുകൊണ്ട് ഫലം കുറച്ച് പറയാം. ഫലം പറയുന്നില്ല, അതിന് 4 ഭാഗത്തെയും ഇത് വെച്ച് ഫലം പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അത് ശരിക്കും അവിടെ ഗണപതിയും ദക്ഷിണാമൂർത്തിയും ഈ ദൈവജ്ഞൻ എവിടുന്നാലും ദൈവജ്ഞന് ചുറ്റും 12 രാശികളുള്ളതായിട്ട് സങ്കല്പമുണ്ട്. അതുപോലെ തന്നെ ഈ രാശിചക്രം വരച്ച് കഴിഞ്ഞതിന് ശേഷം അടുക്ക് ആ രാശിചക്രം നടുക്കായിട്ട് ദക്ഷിണാമൂർത്തിയെ ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തി നേദ്യം കൊടുത്ത് ഗണപതിയും ദക്ഷിണാമൂർത്തിയെ ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തി ദക്ഷിണാമൂർത്തിക്ക് എല്ലാം പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം സരസ്വതിയെയും ഗുരുവിനെയും വന്ദിച്ചു കഴിഞ്ഞ് മഹാലക്ഷ്മിയും വന്ദിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ജലഗന്ധാർത്തവ വ്രീഹിതണ്ടുല ഭൂതപഞ്ചകം തന്മയും ഹി വപുജ്ഞേയം ജീവേവഹി കാഞ്ചനം, വെള്ളം ചന്ദനം പോകുന്ന നല്ല അരി 5 കൂട്ടം സാധനം കൂട്ടിക്കുഴച്ച് പഞ്ചഭൂതമാകുന്ന ശരീരമുണ്ടാക്കി ജീവനാകുന്ന കാഞ്ചനം അതിലേക്ക് വെച്ച് നാമജപങ്ങളെല്ലാം കൊടുത്ത് മന്ത്രസാന്നിധ്യപ്പെടുത്തി കുട്ടിടയിലേക്ക് കൊടുത്ത് 3 പ്രദക്ഷിണം വെച്ച് ഏതെങ്കിലും കളത്തിലേക്ക് ഈ 12 കളമുള്ളതിൽ ഏതെങ്കിലും കളത്തിലേക്ക് വെക്കാൻ പറയുമ്പോൾ ഈ 12 കളം 12 രാശി വരച്ചിട്ടുണ്ട്. മേടം മുതൽ മീനം വരെ 12 രാശികൾ വരച്ചിട്ടുള്ളത് ഏതെങ്കിലും രാശിയിൽ സ്വർണ്ണത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് നമ്മൾ സ്വർണ്ണപ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചഭൂതമാകുന്ന ശരീരത്തിലിരിക്കുന്ന ജീവൻ്റെ അവസ്ഥ നോക്കിയിട്ടാണ് നമ്മൾ ഈ അതിൻ്റെ ഭൂതം നല്ലതാണോ വർത്തമാനം നല്ലതാണോ ഭാവി നല്ലതാണോ എന്നൊക്കെ തീരുമാനിക്കുന്നൊരു വിഷയമുണ്ട്. ആ സമയത്ത് ദൈവത്തിൻ്റെ 108 കവടി എടുത്ത് വെച്ച് കുറച്ച് കവടി എടുത്ത് കുറച്ച് നടുക്ക് കുറച്ച് വലത് ഭാഗത്തേക്ക് മാറ്റി 3 ഭാഗത്തു നിന്ന് 8 കവടി വീതം ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ശിഷ്ടം കിട്ടുന്ന സംഖ്യ കിട്ടുന്ന ഒന്നുകിൽ 3 സംഖ്യകൾ കിട്ടും. ആ 3 സംഖ്യയുടെ കൂട്ടം കിട്ടും. ഒന്നുകിൽ 4 കിട്ടും, അതല്ലെങ്കിൽ 12 കിട്ടും, അല്ലെങ്കിൽ 20 കിട്ടും. അങ്ങനെ ആ കിട്ടുന്ന അഷ്ടമംഗല സംഖ്യ വെച്ചിട്ട് അഷ്ടമംഗല പ്രശ്നം എന്ന് പറയുന്നൊരു വിഷയം തന്നെ ഇത് തന്നെയാണ്. ആ സംഖ്യ വെച്ചിട്ട് നമ്മൾ ഫലം ചെയ്യുന്നൊരു വിഷയമുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ദേവപ്രശ്നവും മാനുഷിക പ്രശ്നവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു 4-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നൊരു വിഷയം വരുമ്പം ഒരു മാനുഷിക പ്രശ്നമാണ് എങ്കിൽ 4-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് മാതാസുകൾ മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യമമ്പ ശയനം ച വൃത്തി പശ്വാധികം ജന്മഗ്രഹം ചതുർത്ഥാൽ, അതാണ് മാനുഷിക പ്രശ്നം. പക്ഷേ ദേവപ്രശ്നമാണെങ്കിൽ പ്രാസാദ മണ്ഡപാദീനുപവേശ്മാനി വാഹനം ക്ഷേത്രപ്രദേശമകലം ചതുർത്ഥേന വിചിന്തയിൽ. അപ്പോൾ ഓരോ ഭാവത്തിന് തമ്മിലുള്ള മാനുഷിക വിഷയവും ദേവവിഷയവും തമ്മിൽ ചിന്തിക്കുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ലഗ്നാത്സുത ലഗ്നരന്ധ്രപതയോ ഒരു അന്യോന്യ സംബന്ധിനോ സാന്നിധ്യം അമജ തേജസ. ലഗ്നപതിയും 5-ാം ഭാവപതിയും അഷ്ടമാധിപതിയും പരസ്പരം കേന്ദ്രത്തിൽ നിൽക്കുകയോ പരസ്പരം രാശികൾ മാറി നിൽക്കുകയോ അന്യോന്യം ത്രികോണസ്ഥാനത്ത് നിൽക്കുകയോ അന്യോന്യം ചേർന്ന് നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ഇവിടെ ദേവൻ്റെ ചൈതന്യം നന്നായിട്ടുണ്ട് എന്ന് പറയാം. അമിത തേജസ്സാം എന്ന് പറയാം. ഇത് തമ്മിൽ പരസ്പര ബന്ധമില്ലാതെ വരികയും അന്യോന്യം ഇതിന് ബലഹീനത വരികയും ചെയ്താൽ അവിടുത്തെ ചൈതന്യത്തിന് ഹാനിയുണ്ടെന്നും പറയണം. അപ്പോൾ അതിന് ഓരോ ഗ്രഹത്തെ കൊണ്ട് ഓരോന്ന് ചിന്തിക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പം ശനിയെ കൊണ്ടാണെങ്കിൽ ജീർണം സംസ്കൃതം അർക്കജി. അപ്പം ശനിയെ കൊണ്ട് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ജീർണതയെ പറയണമെങ്കിൽ വ്യാഴത്തിനെ കൊണ്ട് 4 വ്യാഴം നിൽക്കുകയാണ് ജീവേ ദൃഢം മന്ദിരം, നല്ല മന്ദിരമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ശുക്രനെ കൊണ്ടാണ് ചിത്രം രമ്യവതി. അപ്പം അങ്ങനെ ഓരോ ഗ്രഹത്തെ കൊണ്ടും ഓരോ രാശിയെ കൊണ്ടും നമ്മളതിൻ്റെ ഫലഭാഗം ദേവപ്രശ്നത്തിൽ നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കണം. അതുപോലെ തന്നെ അതിന് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അർക്കശംഭു സൂര്യനാണെങ്കിൽ ആ സൂര്യനെ കൊണ്ട് തന്നെയാണ് ശിവനെ എല്ലാ രാശികളിലും നമ്മൾ ചിന്തിക്കുന്നത്. അതേ സൂര്യൻ തന്നെ ഇടവൻ രാശിയിൽ നിന്നാൽ ഇപ്പം ഇടവമാസം കഴിഞ്ഞതേ ഉള്ളൂ. യക്ഷി ഗോഗത യേശ, യക്ഷിയെ ചിന്തിക്കുന്ന ഈ സൂര്യനെ കൊണ്ട് തന്നെയാണ്. ഇതേ സൂര്യൻ തന്നെ തുലാൻ രാശി എന്ന ജുഗഗ്രഹകെ കാളിയെ ചിന്തിക്കുന്ന ഈ സൂര്യനെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരേ ഗ്രഹത്തെ കൊണ്ട് തന്നെ ധനുരാശി എന്നാൽ ഗന്ധർവനെ ചിന്തിക്കും. അപ്പോൾ ഒരേ രാശിയിൽ തന്നെ നിന്നാലും ഈ എല്ലാം ശിവനാണെന്ന് നമുക്ക് കയറി പറയാൻ പറ്റില്ല. എവിടെ ആദിത്യൻ എവിടെ നിന്നാലും അർക്കശംഭു എന്നൊരു വിഷയമാണ്. എന്നാൽ ഓരോ ഗ്രഹത്തിൻ്റെയും ഓരോ ഭാവം അനുസരിച്ച് ഓരോ രാശി അനുസരിച്ചും ഓരോ ഭാവം അനുസരിച്ചും ബന്ധമനുസരിച്ചും ഈ ദേവവിഷയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അത് ദൈവജ്ഞൻ്റെ ഗുരുത്വവും ദൈവാധീനവും കൊണ്ട് അത് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം. എന്തൊക്കെ പഠിച്ചു വെച്ചിരുന്നാലും 2 കാര്യങ്ങൾ അടിസ്ഥാനമാണ്. ഒന്ന് ഗുരുത്വമാണ്, ഒന്ന് ദൈവാധീനമാണ്. ഈ 2 വിഷയങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനൊക്കെയുള്ളൂ. ഈ ദേവൻ എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, എന്താണ് ദേവൻ്റെ പൂർവ്വചരിത്രം, ഈ ദേവനെ എങ്ങനെയാണ് ഇവിടുത്തെ ബന്ധപ്പെട്ടത്, ഇതൊക്കെ ദൈവജ്ഞൻ പറയാൻ ബാധ്യസ്ഥനാണ്.
അപ്പോൾ പ്രധാന ദേവനെ ഇവിടുന്ന് ഇപ്പം തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മകരമാരൂഢം വന്നു. ആ മകരമാരൂഢത്തിൻ്റെ 7 ചന്ദ്രനാണ് നിൽക്കുന്നത്. മകരൻ രാശി ഒരു ജലരാശിയാണ്, കർക്കിടകൻ രാശി ജലരാശിയാണ്. അതിൻ്റെ 5-ാം ഭാവം ബിംബസ്ഥാനപതിയാണ്. ആ ബിംബസ്ഥാനപതിയായിരിക്കുന്ന ഗ്രഹം ചന്ദ്രൻ കർക്കിടകൻ രാശി ജലരാശി വന്നപ്പോൾ തന്നെ 5-ാം ഭാവപതിയായിരിക്കുന്ന ചന്ദ്രൻ ഈ ആരൂഢം ജലരാശിയായി വരികയും ഈ 7-ാം ഭാവം ജലരാശിയായി വരികയും 5-ാം ഭാവം ബിംബസ്ഥാനപതിയായി വരികയും ചെയ്താൽ ആപ്യോദയം ആപ്യക ശശി സമ്പൂർണ്ണ സമവേക്ഷിതേതവ മേഷൂറിന് ബന്ധലഗ്നസ്യൽ സൂതിസലിലെ എന്ന സംശയ വെള്ളത്തിൽ പ്രസവിച്ച യോഗ. ഇത് മാനുഷ്യ വിഷയത്തിൽ ഇത് ജലത്തിൽ പ്രസവിച്ചു എന്നാണ്. പക്ഷേ ഇത് ദേവപ്രശ്നത്തിൽ എങ്ങനെ പറയും? ഇതേ വാചകം ഈ ബിംബം വെള്ളത്തിൽ നിന്ന് ലഭ്യമായി. ശരിയാ, രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ്. അപ്പം വെള്ളത്തിൽ പ്രസവിച്ചു എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്ന് ലഭ്യമായി എന്ന് പറയാനും ദൈവജ്ഞൻ കഴിയണം. അത് സന്ദർഭം അനുസരിച്ചാണ് മാനുഷിക പ്രശ്നവും ദേവപ്രശ്നവും നമ്മൾ മാറ്റി 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 ചിന്തിക്കേണ്ടതെന്നർത്ഥം. ശരി. അപ്പോൾ ഓരോ വിഷയങ്ങളും ചിന്തിക്കുമ്പോൾ മാനുഷിക വിഷയത്തെ ചിന്തിക്കുമ്പം അത് വെള്ളത്തിൽ പ്രസവിച്ചു എന്നുള്ളതാണ് നമ്മളവിടെ ചിന്തിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് ലഭ്യമായി എന്ന് പറയുന്ന ബിംബമാണ് 5-ാം ഭാവം. മറ്റേ 5-ാം ഭാവം സന്താനസ്ഥാനമാണ്. അപ്പോൾ സന്താനസ്ഥാനത്ത് ഇച്ഛാവകാശം വെച്ചിരിക്കുന്ന ചന്ദ്രനാണ് 7-ാം ഭാവത്ത് വരുന്നത്. അതും ജലരാശിയാണ്, ഇതും ജലരാശിയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ദേവൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയേണ്ട ഒരു സാഹചര്യം വരുന്ന ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കാവുന്നൊരു വിഷയമായി പറഞ്ഞത്. അപ്പം അങ്ങനെ ദേവപ്രശ്നത്തിലെ ഓരോ വിഷയങ്ങൾ ഓരോ ഗ്രഹത്തെ കൊണ്ട് നമ്മൾ ഓരോരോ ഭാവങ്ങൾ ചിന്തിച്ചുകൊണ്ട്, ഇപ്പോൾ ലഗ്നം കൊണ്ടാണെങ്കിൽ സാന്നിധ്യം, ക്ഷേത്രം, ബിംബാണി, ത്രീണി, ലഗ്നേന ചിന്തയിൽ എന്ന് നമ്മൾ പറയുന്നിടത്ത് മാനുഷിക വിഷയത്തിൽ ദേഹസ്യ സൗഷ്ഠവം, ശ്രുതിശ്രയോ, യശസ്സുഖം. അപ്പോൾ മാനുഷിക പ്രശ്നവും ദേവപ്രശ്നവും നമ്മൾ രണ്ടും രണ്ടായിട്ട് പ്രശ്നം വെക്കുന്ന സമ്പ്രദായമല്ല ഒന്ന് തന്നെ, പക്ഷേ ചിന്താ പദ്ധതികൾ രണ്ടായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ സാന്നിധ്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് സാന്നിധ്യങ്ങൾക്ക് ഏത് രീതിയിലുള്ള പോരായി ഉണ്ടായിട്ടുണ്ട് എന്ന ഓരോരോ ഗോചരങ്ങളും പ്രകടനങ്ങളും അനുസരിച്ചാണ് നമ്മൾ ഈ ഫലഭാഗം ദേവപ്രശ്നത്തിലേക്ക് കിടക്കുന്നത്. ദേവപ്രശ്നം ചിന്തിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്ന വിഷയമല്ല. വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഈ 2-ാം ഭാവം കൊണ്ട് രക്ഷകസ്ഥാനം പറയും, 3-ാം ഭാവം കൊണ്ട് നിവേദ്യസ്ഥാനം പറയും, 4-ാം ഭാവം കൊണ്ട് പ്രാസാദം പറയും, 5-ാം ഭാവം കൊണ്ട് ബിംബം പറയും, 6-ാം ഭാവം കൊണ്ട് ശത്രുക്കളെയും രോഗങ്ങളെയും പറയും, 7-ാം ഭാവം കൊണ്ട് ചിന്ത്യം ജനപദസ്ഥാനം പറയും, 8-ാം ഭാവം കൊണ്ട് സാന്നിധ്യസ്യ നിവേദ്യസത പരിജനസ്യകാര്യം, 8മഭാവം ഗുണദോഷ നിരൂപണം. അപ്പോൾ ഇത് നമ്മൾ ദേവവിഷയത്തിൽ അങ്ങനെ പറയും. ഭാഗ്യധർമ്മദയ പുണ്യതൊക്കെയാണ് ശരിക്കും 9-ാം ഭാവം എന്ന് പറഞ്ഞാൽ പുണ്യം, ധർമ്മേണ പുണ്യമാണ്. 10-ാം ഭാവം നിത്യപൂജാ വിധാനങ്ങളെക്കുറിച്ചാണ്, ഉത്സവാദികളെക്കുറിച്ചാണ്. 11-ാം ഭാവം സുഹൃത വിഷയത്തെക്കുറിച്ചാണ്. 12-ാം ഭാവം ആചാരനെക്കുറിച്ചും ദുഷ്കൃതത്തെക്കുറിച്ചുമാണ് 12-ാം ഭാവം നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ 12 ഭാവവും ദേവവിഷയത്തിൽ നമ്മൾ ഓരോരോ ഭാവങ്ങൾ മാറ്റി മാറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ദേവപ്രശ്നത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് ചിന്തിക്കുന്ന വിഷയത്തിൽ നമ്മൾ അവിടുത്തെ ചൈതന്യം എന്താണ് എന്ന് കണ്ടുപിടിക്കുകയും ആ ചൈതന്യത്തിന് ഇപ്പോഴെന്താണ് പോരായ്ക ഉണ്ടായിട്ടുള്ളതെന്നും ഇത് ജനപദങ്ങൾക്ക് എങ്ങനെ ദോഷമായിട്ട് വന്നിട്ടുണ്ടെന്നും, അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പലയിടത്തും നമ്മൾ പ്രശ്നം വയ്ക്കാൻ ചിലടത്ത് ചെന്നിരിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഒരു ബിംബം വെച്ച് പൂജ കഴിക്കുന്നുണ്ട്. ആ ബിംബം വെച്ച് പൂജ കഴിക്കുന്നതിന് ആ പരിസരത്ത് മുഴുവൻ ദുർമൃതിയാണ്. ഈ ദുർമൃതി ഉണ്ടാകാൻ എന്താ കാരണം? അപ്പോൾ എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചതിൻ്റെ ഉത്തരം ഞാൻ പറയാൻ പോകുന്നത്, ഒരു ക്ഷേത്രം പൂജ കഴിക്കുന്നതിന് ചുറ്റും ദുർമൃതി സ്വഭാവമാണ്. അവിടെ പരിസരം മുഴുവൻ ദുർമൃതികൾ അനുഭവിക്കുക. ഇതെന്താ കാരണം എന്നറിയാനാണ് അവിടെ പ്രശ്നം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബിംബം പ്രശ്നം വെച്ച സമയത്ത് ഈ ബിംബം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നേരത്തെ ഒരു ദേവസ്ഥാനത്ത് ആചരിച്ചിരുന്നത് ഉപേക്ഷിക്കപ്പെട്ട് വടക്കേ നദിയിൽ കിടന്നിരുന്നൊരു ബിംബത്തെ ഇവിടെ ഒരു ഇതര വിഭാഗക്കാർ ഈ സ്ഥലം കയ്യേറാതിരിക്കാൻ വേണ്ടി ഈ ബിംബം കൊണ്ടുവന്ന് അവിടെ വെച്ച് പൂജ കഴിച്ചു തുടങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും പൂജ കഴിക്കുന്ന ശവമാണ്. അപ്പം ചൈതന്യമില്ലാത്ത അല്ലെങ്കിൽ ബിംബ ഉദ്വാസനം കഴിഞ്ഞൊരു ബിംബത്തെ വെള്ളത്തിൽ നിന്ന് കിട്ടിയത് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ ശവം വെച്ച് പൂജിച്ചാൽ എങ്ങനെ ഇരിക്കും? ശരിയാണ്. ഒരു ദേവാലയമോ ഒരു ഉപാധിയോ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഉപാധി അത് ത്യജിക്കണം എന്നാണ് നിയമം. ഇപ്പോൾ 8 വിധം പ്രതിമകളുണ്ട്.